വെൽക്കം ടു വെൽനസ് വിത്ത് വിധു. ഞാൻ വിധു ഹരിദാസ്, സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ് ആൻഡ് ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽനസ് പ്രൊമോട്ടർ. ഇനി നമുക്ക് കാൽഷ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ആസ് യൂഷ്വൽ ഒരു സ്റ്റോറി പോലെ മനസ്സിലാക്കിയാൽ നീ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അല്ലേ. നമ്മുടെ ബോഡി നമ്മളൊരു സിറ്റി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. സിറ്റിയിൽ നല്ല സ്ട്രോങ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ബിൽഡിങ്സ്, റോഡ്സ്, ബ്രിഡ്ജസ്. അതുപോലെ നമ്മുടെ ശരീരം സ്ട്രോങ് ആയിട്ട് വെക്കാൻ നമുക്ക് ബോൺസ്, ടീത്ത്, നെർവ്സ് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഈ സ്ട്രക്ചേഴ്സിനെ സ്ട്രോങ് ആയിട്ട് വെക്കാനായിട്ട്, ക്രാക്സ് ഒന്നും വരാണ്ടിരിക്കാനും ഡാമേജ് ഒന്നും ഇല്ലാണ്ടിരിക്കാനായിട്ടും ഒരു ഗാർഡിയനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതാണ് കാൽഷ്യം. ബോണിനെ റിപ്പയർ ചെയ്യാൻ, ടീത്തിനെ സ്ട്രോങ് ആക്കാനായിട്ട്, സിറ്റി ലൈറ്റ്സ് ഒക്കെ ഇടുന്ന പോലെ നെർവസ് സിസ്റ്റത്തിനെ ഹെൽപ്പ് ചെയ്യണം, മെസ്സേജസ് പ്രോപ്പറായിട്ട് ചെല്ലാനായിട്ട്, മസിൽ ഫംഗ്ഷൻ, ഹാർട്ട് ഫംഗ്ഷൻ എല്ലാത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കാൽഷ്യം എന്നിട്ടൊരു ഗാർഡിയനെ ഏൽപ്പിക്കുകയാണ്. വൈറ്റമിൻ ഡി നമ്മുടെ സിറ്റിയുടെ ഗേറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ കാൽഷ്യം ശരീരത്തിലേക്ക് കയറുന്നു, സിറ്റിയിലേക്ക് കയറുന്നു. മെഗ്നീഷ്യവും ഫോസ്ഫറസും ഒരു സിമെന്റ് പോലെ നിന്ന് ഹെൽപ്പ് ചെയ്യണം സ്ട്രോങ് ആക്കി വെക്കാനായിട്ട് ഈ സ്ട്രക്ചേഴ്സിനെ. കാൽഷ്യം റിച്ച് ഫുഡ് കഴിക്കുന്നത് കുറവാകുമ്പോൾ കാൽഷ്യം ഓട്ടോമാറ്റിക്കലി ശരീരത്തിൽ കുറയുന്നു. അപ്പോൾ നമ്മൾ ഗാർഡിയനായിട്ട് നിർത്തിയേക്കുന്ന ആൾ കുറയുമ്പോൾ, അയാൾ വീക്ക് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ സ്ട്രക്ചറിന് മെയിൻ്റനൻസ് ഒന്നും ഇല്ലാണ്ട് വരുന്നു. സ്ട്രക്ചർ വീക്കായി തുടങ്ങും, അതായത് ബോൺസ് വീക്കായി തുടങ്ങും, നമ്മുടെ ടീത്ത് വീക്കായിട്ട് തുടങ്ങും, ചെറിയ ചെറിയ ക്രാക്സുകൾ ബോണിൽ വരാൻ തുടങ്ങും. ഓസ്റ്റിയോമലേസിയ ഇൻ അഡൽട്സ് ആൻഡ് റിക്കറ്റ്സ് ഇൻ ചിൽഡ്രൻ, അതായത് ബോൺ സോഫ്റ്റ് ആയിട്ട് കാല് വളയുന്ന ഒരു കണ്ടീഷൻ നമ്മൾ കണ്ടിട്ടില്ലേ? അത് കാൽഷ്യത്തിൻ്റെ കുറവിനകത്ത് സംഭവിക്കാവുന്ന ഒരു കണ്ടീഷനാണ്. ഒന്നുകൂടെ കണ്ടീഷൻ വേഴ്സായി തുടങ്ങുമ്പോൾ, ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം കൊളാപ്സ് ആവണ പോലെ ശരീരത്തിൻ്റെ സ്ട്രക്ചർ, ബോണിന് കൂടുതൽ ഡാമേജുകൾ വന്നു തുടങ്ങുമ്പോൾ ഓസ്റ്റിയോപൊറോസിസ് കണ്ടീഷനിലേക്ക് വരുന്നു. വൈറ്റൽ ഓർഗൻസ് ആയ ഹാർട്ടിന് കാൽഷ്യം ആവശ്യമുണ്ട്. അപ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യും? കാൽഷ്യം ഡെഫിഷ്യൻസി വരുമ്പോൾ വേഗം ഓർഡർ ഇടും ശരീരത്തിലെ ബോൺസിന്ന് ബോറോ ചെയ്യാനായിട്ട്. എന്തിനു വേണ്ടി? ഹാർട്ടിൻ്റെ ഹാർട്ട് ബീറ്റിങ്ങിന് വേണ്ടിയിട്ടും മസിൽസിന് വേണ്ടിയിട്ടും കാൽഷ്യം ആവശ്യമുള്ളത് ബോണിൽ നിന്ന് വലിച്ചെടുത്തോളാൻ പറയും. അങ്ങനെ ബോൺ ഹോളോ ആയിട്ട് തുടങ്ങും, പോസ് വരാൻ തുടങ്ങും, ഹോളോ ആയി തുടങ്ങും, വീക്കായി തുടങ്ങും. അങ്ങനെയാണ് ഓസ്റ്റിയോപൊറോസിസിലേക്ക് വരുന്നത്. കാൽഷ്യം 2 വീക്കായി കഴിയുമ്പോൾ ബോഡിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് വരും. ബോഡി ഭയങ്കര വീക്കായി തുടങ്ങും. ബോഡി വേഗം കാൽഷ്യം റിച്ച് ഫുഡ് രണ്ടാമത് കഴിച്ചു തുടങ്ങുമ്പോൾ അഗെയിൻ ദ ബോൺ ബിക്കം സ്ട്രോങ്, മസിൽ, ഹാർട്ട്, നെർവ് എല്ലാം ഹെൽത്തിയായി മാറിക്കൊണ്ടിരിക്കണം. അങ്ങനെ ബോഡി ഹെൽത്തി ആവണം. ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ് കാൽഷ്യം ഇസ് നോട്ട് only for the bones and teeth. It's a lifelong guardian for our heart, nerves, muscles, blood clot, etc.